പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും, അതായത് നമ്മളുടെ ആശയവിനിമയം ശക്തമായാൽ അത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ വളർത്തുമോ എന്നുള്ള ഒരു കാര്യത്തിലേക്കുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആശയവിനിമയം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ശക്തമായിരിക്കും നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തോത് എന്ന് ശാസ്ത്രം തെളിയിക്കുന്നു. അപ്പം നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ അതിൽ ഉൾപ്പെടേണ്ടിയിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 5 കാര്യങ്ങളാണ് നമ്മൾ ശക്തമായിട്ടുള്ള ആശയവിനിമയത്തിന് ചിന്തിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ശക്തമായിട്ടുള്ള ആശയവിനിമയത്തിന് ഈ 5 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഏതൊരു പ്രോജക്റ്റ് നമ്മൾ എടുക്കുമ്പോഴും എന്താണ് ചെയ്യേണ്ടത് ആ പ്രോജക്റ്റിന് വേണ്ടി എന്ന് നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമുക്കറിയാം, കാഴ്ചപ്പാടുകളാണ് നമ്മളെ ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. ആദ്യം ചിന്തയാണ്, ചിന്ത ആശയങ്ങളാകുന്നു, ആശയങ്ങൾ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവർത്തികളാകുന്നു. ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഏറ്റവും അധികം വളർത്തുന്നതെന്നാണ് ശാസ്ത്രം ആദ്യമായിട്ട് പറയുക. രണ്ടാമതായിട്ട് എങ്ങനെയാണത് ചെയ്യേണ്ടത്. ഏതൊരു പ്രോജക്റ്റ് എടുത്താലും നമുക്കതിന് ഒരു കാഴ്ചപ്പാട്, ഇത് എങ്ങനെ, എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു പൂർണ്ണമായിട്ട് അർത്ഥം കണ്ടെത്താൻ സാധിച്ചാൽ പിന്നെ രണ്ടാമതായിട്ടുള്ളത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് എവിടെയാണ് അത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങണം. അപ്പോൾ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് അത് ചെയ്യേണ്ടത്. നമുക്കറിയാം, ചില പ്ലേസൊക്കെ എടുത്താൽ വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കും. ഒരു ബിസിനസ് മേഖല തുടങ്ങുന്നതിന് പ്ലേസ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. വേണ്ട ഒരു മീറ്റിംഗ് നടത്തുന്നതിന് ചെറിയൊരു പ്രോസസ്സായിരിക്കാം. പക്ഷേ അതിന് പോലും എവിടെയാണ്, ഇനി എപ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ് അത് ചെയ്യേണ്ടത്. ഒടുവിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു പ്രോജക്റ്റ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഗുണമുണ്ടാകാനായിട്ട് സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ എറണാകുളത്ത് ഞാൻ ഒരു കുമ്പസാരകനും കൂടിയാണ്. എറണാകുളം കത്തീഡ്രൽ പള്ളിയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ കുമ്പസാരം പ്ലസ് കൗൺസിലിംഗ് ആണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6:30 വരെ. അപ്പോൾ ഈ സമയത്ത് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. അവൻ കർണാടകയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. അവനൊരു MBA-കാരനാണ്. അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എറണാകുളത്ത് സെറ്റിലായിട്ട് ബിസിനസ് മേഖലകളിലേക്ക് മറ്റുള്ളവരെ വളർത്തണം. ഞാനൊരു ഉദാഹരണം പറയാൻ വന്നപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമാണ്: ടീച്ചേഴ്സിനെ കണ്ടെത്തിയിട്ട് ടീച്ചേഴ്സിനെ ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അവിടേക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുക. അവന് ഉദാഹരണം പറഞ്ഞത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 20,000 മുതൽ 40,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ജോലി സാധ്യതകളിലേക്ക് അവരെത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ്റെ അഭിപ്രായപ്രകാരം ഞാനൊരാൾ MBA-കാരനായതുകൊണ്ട് ഒരു IT ഫീൽഡിൽ ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വളരാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക്, എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ അതൊരു ചെറിയ ലൊക്കാലിറ്റിയിൽ ഒതുങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒരുപാട് പേരെ സഹായിക്കണം. അങ്ങനെ ഇതൊരു വലിയ സംരംഭമായിട്ട് അവൻ്റെ അറിവ്, അവന് ലഭിച്ച കഴിവുകൾ, ആ കഴിവുകളിലൂടെ ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം അത്രയും വലിയ ഒരു മനസ്സുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. നല്ല പേഴ്സണാലിറ്റി, നമ്മൾ പറയില്ലേ, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു ചെറുപ്പക്കാരൻ, ആവശ്യത്തിന് വിദ്യാഭ്യാസവുമുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്,
എവിടെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആശയവിനിമയം ശക്തമാക്കാനും അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വളരെയധികം വളർത്താനും സാധിക്കുന്ന ഒന്നാണ്. ഒപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ക്ലിയർ ആയിരിക്കണം. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്കത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും. അപ്പം അതുകൊണ്ടല്ലേ ഇപ്പം ചിലരൊക്കെ തിരഞ്ഞെടുക്കും നമ്മുടെ ബിസിനസ് മേഖലയിലൊക്കെ താങ്കൾ ഇത് അവതരിപ്പിച്ചാൽ വളരെ കൃത്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ വിളിക്കാം. അപ്പം ചിലർക്കൊക്കെ അതിന് ഒരു വളരെയധികമായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി, കഴിവുണ്ട്. ചിലർക്ക് പ്രസൻറ്റ് ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യാൻ അത് ക്ലിയർ ആയിരിക്കണം എന്ന് പറയും. ക്ലിയർ ആയിരിക്കണം. രണ്ടാമതായിട്ട് കൺസൈസ് ആയിരിക്കണം. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഒരുപാട് വലിച്ചു നീട്ടേം വേണ്ട, എന്നാലും ഒരുപാട് ചുരുങ്ങിക്കൂട്ടേം വേണ്ട. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ആശയവിനിമയത്തെ ശക്തമായിട്ട് ആക്കാനായിട്ട് സാധിക്കും. പിന്നെ അട്രാക്റ്റീവായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അട്രാക്റ്റീവായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയായിരിക്കണം. പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സാർ എന്നോട് ചോദിച്ചു, ഇതൊരു കംപ്ലീറ്റ് അല്ലല്ലോ എന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണ്. അത് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഒരു കാര്യം നമ്മൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അത് എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ, എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളും നമ്മൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു തൃപ്തി ഉണ്ടാകുക. ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്തോ ആത്മവിശ്വാസമായിരിക്കും എന്നറിയാം. എല്ലാം ക്ലിയർ ആയിട്ട് അവന് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു. ഒരുപാട് വലിച്ചു നീട്ടി ഇപ്പം ചില പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, അത് പ്രസംഗങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തിനാണ് പ്രസംഗം പറഞ്ഞതെന്ന് പഴയ കാലത്തൊരു ഉപമ പറയുന്നത് പോലെ രാമായണം മുഴുവനും വായിച്ചു കേട്ടിട്ട് രാമൻ സീതയുടെ ആരാണ് എന്ന് അവസാനം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം ദെൻ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ എന്ന് മറ്റുള്ളവർ പറയാനായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ അതത്ര ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, പിന്നെ കൺവിൻസിങ് ആയിരിക്കണം. എന്ത് കാര്യം പറയുമ്പോഴും നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് തറോ ആയിരിക്കണം, അത് വ്യക്തമായിരിക്കണം. ഈ വ്യക്തമാണെങ്കിലാണ് നമുക്കത് പറയുമ്പോൾ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊക്കെ പറയില്ലേ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ്. അദ്ദേഹത്തിന് പഞ്ചസാര കഴിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് പഞ്ചസാര കഴിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം അദ്ദേഹത്തിൻ്റെ പഞ്ചസാര കഴിക്കുന്ന ശീലത്തെ അദ്ദേഹം മാറ്റിക്കളയാനായിട്ട് 10 ദിവസം ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, ഇത് 10 ദിവസം മുമ്പ് പറഞ്ഞെങ്കിൽ ഈ കുട്ടിക്ക് അത് മനസ്സിലാകുമായിരുന്നില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു ദുശ്ശീലം ഉള്ളതുകൊണ്ട് ആ ദുശ്ശീലത്തെ ഞാൻ അകറ്റിയായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും കൺവിൻസിങ് ആകണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുമ്പോൾ അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് ഉയർത്തും. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് തീരാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനാണ്, എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യമേ അതിന് മറുപടി കണ്ടെത്തണം. പിന്നെ വളരെ കൺവിൻസിങ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട്, ഒപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്ന് അവതരിപ്പിക്കുവാനായിട്ട് സംസാരത്തിലാകട്ടെ, നമ്മുടെ പ്രകൃതത്തിലായിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനിലായിക്കട്ടെ, ഇത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് ക്രോഡീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അത് എഫക്റ്റീവായിട്ട് തീരുമെന്നാണ് സെൽഫ് കോൺഫിഡൻസിലെ ഈ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ബോധ്യപ്പെട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് വളർത്തുന്നതാണെന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് എഫക്റ്റീവ് ആക്കാനായിട്ട് പ്രസ്തുത 5 കാര്യങ്ങളും അവസാനം പറഞ്ഞ ക്ലിയർ, ക്ലാരിറ്റി, പ്രിസൈസ്, അട്രാക്റ്റീവ്, കംപ്ലീറ്റ് എന്നുള്ള ആ വലിയ അവസ്ഥകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെ എഫക്റ്റീവ് ആക്കാനായിട്ട് ഈശ്വരൻ തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കതിനുവേണ്ടി
പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും സന്ധിക്കുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ.